Good morning. Today we are going to see what are the methods and techniques of training. In the last class you have seen how you design a training program, right? And today we are going to see what are the methods and techniques of training. And training methods largely depends upon the location. Location is a significant factor. ഒരു ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്രെയിനിങ് മെത്തേഡ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണത്, റൈറ്റ്? സോ ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ broadly the training methods are classified into two. One is on the job training and second one is off the job training, right? On the job training ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. I'll tell you how this basis is done. One is in the company. This happens, the training happens inside the company, right? അപ്പോൾ ആ ഒരു ട്രെയിനിങ് നടക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ജോലിയിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. സോ അവിടെ ഒരു പ്രാക്ടിക്കൽ നേച്ചറാണ് അവിടെ ഉള്ളത്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ലീവ് യുവർ വർക്ക് പ്ലേസ് ആൻഡ് ഡിവോട്ട് ദ എൻറ്റയർ ടൈം ടു ട്രെയിനിങ് ഇറ്റ് സെൽഫ്. ഇവിടെ ജോലിയും കൂടി ഒപ്പം നടക്കും. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ യു ഹാവ് ടു ലീവ് ദാറ്റ് വർക്ക് പ്ലേസ് ലീവ് ചെയ്തിട്ട് നമ്മളെ ചിലപ്പോൾ ഒരു മാസത്തെ ട്രെയിനിങ്ങിന് പുറത്തേക്ക് ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കാവും. സോ യു ഹാവ് ടു ഡിവോട്ട് യുവർ എൻറ്റയർ ടൈം ഫോർ ദ ട്രെയിനിങ്, റൈറ്റ്? സോ ടുഡേ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഇസ് ഓൺ ദ ജോബ് ട്രെയിനിങ് അലോൺ, റൈറ്റ്? സോ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. ആൻഡ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടി പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷോപ്പ് ട്രെയിനിങ്. ഇതിനെ വേറെ പറയുന്ന പേരാണ് ഷോപ്പ് ട്രെയിനിങ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് യൂണിവേഴ്സൽ ഫോം ഓഫ് എംപ്ലോയി ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ലേണിംഗ്. ക്ലിയർ? ദാറ്റ് മീൻസ് ദാറ്റ് മാക്സിമൈസിങ് ദ ലേണിംഗ് while doing the job. Employees allowed to perform his job under the supervision and guidance of a trained worker or instructor. Clear? And he is learning the concept. ആ കൺസെപ്റ്റ്സ് കുറച്ചും കൂടി മീനിങ് ഫുൾ അല്ലെങ്കിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. സോ എ ട്രെയിനർ ഇസ് ദെയർ ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഡു ദ ജോബ് ആൻഡ് യു ആർ അണ്ടർ ദ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ, ഗൈഡൻസ്, ആൻഡ് യു വിൽ ബി ലേണിംഗ്. And if any error happens, the trainer will correct you so that your learning becomes complete. Learning eppozhum complete avanathu once you do the job and once you feel that you are comfortable in the job, your learning has become complete. So this on the job training is the most effective method of development, right? As far as semi skilled workers are concerned, as far as skilled workers are concerned, and as far as the technical jobs are concerned, for all the three classification, this on the job training proves to be highly fruitful, right? So there are several types of on the job training. അതാണ് നമ്മൾ കാണുന്നത്. several types of on the job training ഉണ്ട്. ഓരോ ടൈപ്സ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റ് വൺ ഇസ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. Job instruction training is otherwise known as JIT. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ ടൈം അല്ല, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിനെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ വിളിക്കുന്നതാണ്. സോ ഇൻ എൻ HR, JIT സ്റ്റാൻഡ്സ് ഫോർ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, എ ടെക്നിക് ഓഫ് ട്രെയിനിങ് വിച്ച് വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ഡെവലപ്പ് ചെയ്തതാണ്. ഒരു 4 സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സാണ്. ക്ലിയർ? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് teach the workers how to do their current job. Clear? അപ്പോൾ ആരൊക്കെ ഉണ്ടാവുക? a trainer will be there, a supervisor will be there, a co-worker will be there, can act as a coach. ഈ 3 ആൾക്കാരെ ആർക്ക് വേണമെങ്കിലും കോച്ചായിട്ട് ആക്ട് ചെയ്യാം. Clear? That means a trainer will be there, supervisor will be there, and co-worker will be there. They all the 3 can act as a coach for this job instruction program. And this is a 4-step program, right? ആ ഒരു കാര്യം മറന്നു വരുന്നത്. ഒരു 4-step പ്രോഗ്രാം ആയിട്ടാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണത്. ആൻഡ് ലെറ്റ് us see what are the 4 steps that are involved. എന്തൊക്കെയാണ് 4 steps എന്ന് നോക്കൂ. ഫസ്റ്റ് വൺ ഇസ് ഓവർവ്യൂ.
The trainer gives the trainee overview of the trainer gives a trainee overview ആണ് കൊടുക്കുന്നത്. അതായത് മൊത്തമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ബ്രീഫിംഗ്. That means what is the outcome that you expect? What is the relevance of training? So an overview of the job is provided as the first step. ട്രെയിനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ ജോലിയുടെ ഒരു ഓവർവ്യൂ ആണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. Is it clear for you? And next is demonstration ആണ്. Clear? ട്രെയിനർ എന്താ ചെയ്യുക? ജോലിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. Trainer എപ്പോഴും he will be competent to handle himself about the job. So once he demonstrated, the trainee will have in mind that trainer is the role model. അപ്പോൾ ആ ഒരു ട്രെയിനറുടെ ഡെമോൺസ്ട്രേഷനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്യാനുള്ള ടെൻഡൻസി ട്രെയിനിക്ക് ഉണ്ടാവും. സോ ട്രെയിനർ വിൽ ഡെമോൺസ്ട്രേറ്റ് ദ ജോബ് to give the employee a model to copy, right? So that is the second step. And third one is that the trainee will be asked to copy. Trainee will be asked to copy. Trainer demonstrate ചെയ്ത കാര്യം trainee copy ചെയ്യണം. അപ്പോൾ എങ്ങനെ കോപ്പി ചെയ്യുക? Trainer will demonstrate and the trainee will practice. This will get repeated till the trainee masters. അതായത് ട്രെയിനി ആ ഒരു പ്രോസസ്സ് മാസ്റ്റർ ചെയ്യണ വരെ ട്രെയിനർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ട്രെയിനി അത് കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കും, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ പ്രാക്ടീസിങ് മേക്ക് ദ മാൻ പെർഫെക്റ്റ്. ദാറ്റ്സ് വാട്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ആദ്യം ഒരു ഓവർവ്യൂ അവിടെ കൊടുക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് ദ ട്രെയിനർ ഡെമോൺസ്ട്രേറ്റ്സ് സോ ദ ട്രെയിനി വിൽ ബി ഏബിൾ ടു മോഡൽ ദാറ്റ്. തേർഡ് വൺ, ദ ട്രെയിനി വിൽ ബി ആസ്ക്ഡ് ടു കോപ്പി. അപ്പോൾ കോപ്പി ചെയ്യണത് എങ്ങനെ? ഡെമോൺസ്ട്രേഷൻ ബൈ ദ ട്രെയിനർ വിൽ ഗെറ്റ് റിപ്പീറ്റഡ് ആൻഡ് ദ പ്രാക്ടീസ് ബൈ ദ ട്രെയിനി വിൽ ഗെറ്റ് റിപ്പീറ്റഡ് till the trainee learns the concept. And you have one more step. Finally, the employee or the trainee will do the job. Clear? അവസാനം എന്താ? ട്രെയിനി ആ ജോലി ചെയ്യാണ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് സൂപ്പർവിഷൻ. Is it clear for you? അപ്പോൾ ആ 4 സ്റ്റെപ്പ് ഒന്നും കൂടി പറയൂ. ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് an overview with regard to the job is given. ഒരു ഓവർവ്യൂ കൊടുക്കുകയാണ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, റൈറ്റ്. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ? ഡെമോൺസ്ട്രേഷൻ ഇസ് ഗിവൻ. തേർഡ് സ്റ്റെപ്പിൽ എന്താ? ദ ട്രെയിനി വിൽ കോപ്പി ദാറ്റ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് വിൽ കീപ്പ് ഓൺ പ്രാക്ടീസിങ് ദാറ്റ് ടിൽ ദ ട്രെയിനി ലേൺസ് ദ കൺസെപ്റ്റ്. What is the fourth step? The trainee will start doing the work independently without supervision. So, job instruction training is a 4-step on the job training method. It is also known as JIT, where 4 steps are involved. അത് മാത്രമല്ല, നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു, ഒന്നുകിൽ ഒരു ട്രെയിനർ ആവാം, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ആവാം, അല്ലെങ്കിൽ ഒരു കോ വർക്കർ ആവാം. All the 3 can be a coach during this process. And it is a 4-step process. 4 സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഓവർവ്യൂ is given. Second step is that demonstration is provided by the trainer. Why demonstration is provided? A model for the trainee to copy. അതിനു വേണ്ടിയിട്ടാണ്. Third step is that the trainee will be asked to copy that demonstration. അപ്പോൾ ട്രെയിനർ തേർഡ് സ്റ്റെപ്പിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ട്രെയിനർ will keep on demonstrating and the trainee will keep on practicing until the trainee learns the concept fully. Clear? And what is the fourth step? The trainee or the employee will start to function independently without supervision. And when he sees that he starts doing it independently, that work is over. Right? This is the first step of training methods. Right? And second is coaching, which we will discuss in the next class. Clear?